ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഒരൊറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഒന്ന് പറയാമോ? അതിൻ്റെ നമുക്കൊരു ABCDEF എന്ന് വേണമെങ്കിൽ അതിന് പറയാം. എ എന്ന് പറഞ്ഞാൽ അവയർനെസ്. അവയർനെസ്സിനെ കുറിച്ച് എനിക്കൊന്ന് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണ്, എങ്ങനെ അത് എർലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അത് എർലി ഡിറ്റക്റ്റ് ചെയ്താൽ അതിൻ്റെ പ്രയോജനങ്ങൾ, പിന്നെ അതിൻ്റെ പാരമ്പര്യം, അതെങ്ങനെ നമുക്ക് പ്രിവെൻഷനിൽ അത് എങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറയേണ്ടത് ഇത് സ്റ്റിഗ്മ, എപ്പോഴും ഒരു സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്. ആ സ്റ്റിഗ്മ മാറ്റാനായിട്ട് സമൂഹം വളരെ അതിൽ ഇടപെടണം. ഒരു സ്റ്റിഗ്മ മാറ്റി എല്ലാവരും ഒരേപോലെ ഈ കൊണ്ടുപോയെങ്കിൽ അസുഖത്തിന്റെ പേര് മാത്രമേ ഈ കേൾക്കുമ്പോൾ അവരെ മാറ്റിപ്പെട്ട് അത് എല്ലാവരും ഒരേപോലെയാണ്. അവർക്കൊരു അസുഖം വന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ കൂടുതൽ ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാനും വരാൻ പറ്റുള്ളൂ. അത് അവയർനെസ്. ബി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. ഡീറ്റെയിൽ ആയിട്ട് മാഡം പറഞ്ഞു തന്നു. പിന്നെ ക്ലിനീഷ്യൻ എക്സാമിനേഷൻ സി എന്ന് പറഞ്ഞാൽ. ഡി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ്. ഓക്കെ, അതിലെല്ലാം വരും. മറ്റേ മമ്മോഗ്രാമോ ഒക്കെ ഡയഗ്നോസിസ് അതെല്ലാം വരും. പിന്നെ ഇ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് മാനേജ്മെന്റ്. ഒരു എക്സ്പേർട്ട് തന്നെ അത് ഒരു മാനേജ് ചെയ്യാൻ, അത് നമ്മൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. എഫ് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ്. വളരെ റെഗുലർ ആയിരിക്കണം അതിൻ്റെ ഫോളോ അപ്പ്. ഓക്കെ.